യെസ്, അപ്പോൾ മൂന്നിരട്ടിയോളം നിരക്കാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണയുള്ള സർവീസുകളൊക്കെ റദ്ദാക്കി സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ എന്ന് പേരിട്ടാണ് ഈ നിരക്ക് വർധന എന്നുകൂടിയുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ സർവീസുകൾ റദ്ദാക്കുന്നു, അതിന് പകരമായിട്ടാണ് സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ എന്ന പേരിൽ മൂന്നിരട്ടിയോളം ടിക്കറ്റ് നിരക്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല കാലങ്ങളിലും ഉത്സവ സീസണിലൊക്കെ നമ്മൾ ഈ കൊള്ള കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആശങ്ക കൂടി മുതലെടുത്തുകൊണ്ടാണ് ഈ മൂന്നിരട്ടി വർധന. തീർച്ചയായും ജിൽസി, പൊതുവെ ഈ ആഘോഷ നാളുകളിൽ തന്നെ വലിയ ചൂഷണമാണ് വിമാന കമ്പനികളുടെ ഭാഗത്ത് ഉണ്ടാവാറുള്ളത്. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു ആഘോഷ മൂഡിലേക്ക് മാറുകയാണ്. സ്വാഭാവികമായും പ്രവാസികൾ നാട്ടിലേക്കൊക്കെ മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നൊരു സമയം കൂടിയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ് സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അവർക്കൊരു ചാകരയാകുന്നു, അല്ലെങ്കിൽ അവരത് അവസരമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ വിമാനത്തിൻ്റെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നേരത്തെ 20,000 രൂപക്കൊക്കെ ലഭ്യമായിരുന്ന ടിക്കറ്റുകളാണ് ഇപ്പോൾ 60,000 രൂപ വരെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സാധാരണ സർവീസുകളൊക്കെ തന്നെ നിലച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം നൽകിയാൽ മാത്രമേ ടിക്കറ്റുകൾ ലഭ്യമാകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് സർവീസ് കമ്പനികൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധി പ്രവാസികളെ സംബന്ധിച്ച് ഉടലെടുത്തിരിക്കുന്നത്. നാട്ടിലേക്ക് വരാൻ അവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല, വരുന്നവരാകട്ടെ ഈ വിധത്തിൽ പല സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ എന്ന പേരിൽ വലിയ തുക നൽകിക്കൊണ്ട് മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവർ, അവിടേക്ക് ജോലിക്ക് പോകുന്നവരാകട്ടെ, അവർക്ക് മടങ്ങി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവരും ഈ വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയരാകുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണം എന്നാണ് പ്രവാസികളായ ആളുകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവാസികൾ അവിടേക്ക് പോയി അവിടെ ജോലി ശരിയായ ആളുകളൊക്കെ തന്നെ പലർക്കും പോകാൻ കഴിയാത്തതിനെ തുടർന്ന് ജോലി നഷ്ടമാവുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. മാത്രമല്ല, അവിടെ ഉള്ളവരാവട്ടെ ആഘോഷവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നോമ്പിൻ്റെ അവസാന നാളുകളുമൊക്കെ ആയിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയവരാണ്. അവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഇടുത്തിയായിക്കൊണ്ട് വലിയ ഒരു ഭീതി വിതയ്ക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വിമാന കമ്പനികൾ അവരുടെ ചൂഷണം തുടരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് ജിൽസി.